നല്ല ഇടയന്റെ അപ്രതീക്ഷിത വേർപാടിലൂടെ വരും വർഷങ്ങളിൽ പാപ്പ നേതൃത്വം നൽകി പൂർത്തീകരിക്കേണ്ട പലതും ഇപ്പോൾ പാതി വഴിയിലാണ്. എന്നാൽ ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഫ്രാൻസിസ് പാപ്പയ്ക്ക് പൂർത്തിയാക്കുവാൻ പറ്റാതെ പോയ കർത്തവ്യങ്ങൾ സഭയെ നയിക്കുവാൻ പുതിയതായി തെരഞ്ഞെടുക്കപ്പെടുന്ന പാപ്പയ്ക്ക് പൂർത്തിയാക്കുവാൻ സാധിക്കുമോ എന്നാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പൂർത്തിയാക്കുവാൻ കഴിയാതെ പോയ ഒന്നാമത്തെ കാര്യം, മരിക്കുന്നതിന് മുമ്പ് മാർച്ച് 15 ഫ്രാൻസിസ് മാർപ്പാപ്പ സിനഡാലിറ്റിയെക്കുറിച്ചുള്ള ബിഷപ്പുമാരുടെ സിനഡിന്റെ അടുത്ത ഘട്ടം പ്രഖ്യാപിച്ചിരുന്നു. ഇത് 2028 വത്തിക്കാൻ യോഗത്തിൽ അവസാനിക്കുമെന്നാണ് പാപ്പ അറിയിച്ചിരുന്നത്. റോമിലെ ജെമല്ലി ആശുപത്രിയിൽ മാർപ്പാപ്പ ചികിത്സയിലിരിക്കെയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. സിനഡിന്റെ സെക്രട്ടറി ജനറൽ കർദിനാൾ മാരിയോ ഗ്രച്ചിയാണ് പാപ്പയുടെ പ്രഖ്യാപനം ലോകത്തെ അറിയിച്ചത്. സിനഡാലിറ്റിയുടെ തുടർ നടപടികൾ എടുക്കേണ്ടത് വരാൻ പോകുന്ന മാർപ്പാപ്പയായിരിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തുർക്കി സന്ദർശനമാണ് പാപ്പ പൂർത്തീകരിക്കാതെ പോയ രണ്ടാമത്തെ കാര്യം. 2025 മെയ് മാസത്തിൽ നിക്ക കൗൺസിലിന്റെ വാർഷികത്തിനായി തുർക്കി സന്ദർശിക്കുവാനുള്ള ആഗ്രഹം ഫ്രാൻസിസ് മാർപ്പാപ്പ പലതവണ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ആരോഗ്യനില മോശമായതിനാൽ പിന്നീട് അതിനെക്കുറിച്ചൊന്നും പാപ്പ പറഞ്ഞിരുന്നില്ല. എന്നാൽ കൗൺസിലിന്റെ വാർഷികം മെയ് 20 വരെ നടക്കാനിരിക്കുന്നതിനാൽ പുതിയ പാപ്പ തുർക്കി സന്ദർശിക്കുമോ എന്നത് സംശയാസ്പദമാണ്. മൂന്നാമത്തേത്, 2025 ഏപ്രിൽ 27 സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് വാഴ്ത്തപ്പെട്ട കാർലോസ് അക്യൂട്ടിസിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുവാൻ തീരുമാനിച്ചിരുന്നു എന്നതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തോടെ ഏപ്രിൽ 21 വിശുദ്ധ പദവി പ്രഖ്യാപനം മാറ്റിവെച്ചതായി വത്തിക്കാൻ അറിയിച്ചിരുന്നു. കാർലോ അക്യൂട്ടിസിന്റെ ഒപ്പം തന്നെ 3 പേരെ കൂടി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തേണ്ടതായിരുന്നു. എന്നാൽ ഇതുവരെയും വിശുദ്ധ പദവി പ്രഖ്യാപിക്കുന്നതിനുള്ള തീയതി എന്നായിരിക്കുമെന്ന് നിശ്ചയിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ അടുത്ത പാപ്പ ഇവരെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തേണ്ടതായി വരും.